فبأي آلاء ربكما تكذبان. അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അൽ ഹഫീദ്, അൽ ഹാഫിദ്, അൽ ഹഫീദ്, അൽ ഹാഫിദ് എന്നീ നാമങ്ങളാണ്. ഖുർആനിൽ തന്നെ ഈ രണ്ട് നാമങ്ങളും വന്നിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ 57-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, എൻ്റെ റബ്ബ് എല്ലാ കാര്യത്തിനെയും ഹഫീൽ. ഹഫീൽ എന്ന് പറഞ്ഞാൽ അർത്ഥം വിശദീകരിക്കും. അറിയുന്നവനാണ് എന്നുണ്ട്, കാത്തു സംരക്ഷിക്കുന്നവനാണ് എന്നുമുണ്ട്. സൂറത്ത് സബയിലെ 21-ാമത്തെ ആയത്തിൽ വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ് എന്ന് വന്നിട്ടുണ്ട്. ഹാഫിദ് എന്നുള്ള നാമം സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്തിൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിദ വഹുവ അർഹമുർ റാഹിമീൻ, അള്ളാഹുവാണ് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ അംബിയായിലെ 82-ാമത്തെ ആയത്തിൽ വകുന്നാ ലഹും ഹാഫിദീൻ എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അൽ ഹഫീദ്, അൽ ഹാഫിദ് എന്നീ നാമങ്ങൾ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ വിശേഷണം ഹിഫ്ള് എന്നുള്ളതാണ്. ഹിഫ്ള് എന്നുള്ളതാണ്. ഇനി ഹിഫ്ള് എന്നുള്ള വിശേഷണം രണ്ട് അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് അൽ ഹിഫ്ളു ബിഇൽമിഹി ജമീഅൽ മഅലൂമാത്ത്, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. നമ്മൾ സാധാരണ ഹിഫ്ളാക്കുക, അറിഞ്ഞ് മനസ്സിലാക്കി ഹിഫ്ളാക്കുക എന്ന രീതിയിൽ എല്ലാ കാര്യവും അറിയുന്നവനാണ് എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള നിസ്യാൻ, മറവി അള്ളാഹുവിന് ഇല്ല തന്നെ. സൂറത്തു മറിയമിലെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹഫീള്, ഹാഫിള് എന്നുള്ള നാമം പറയുമ്പോൾ, ഹിഫ്ള് എന്നുള്ള വിശേഷണം പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മറവിയില്ല, ഏതൊരു കാര്യവും അറിഞ്ഞുകൊണ്ട് ഹിഫ്ള ആകുന്നവനാണ്, അല്ലെങ്കിൽ അത് അറിയുന്നവനാണ് എന്നുള്ള ആശയം. വേറെ ആയത്തിലും സൂറത്തു താഹയിലെ 52-ാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നുണ്ട് ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫി കിതാബ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ഖുറ പിതാക്കന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അവരുടെ അറിവ് അള്ളാഹു തആല അവൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് പിഴക്കുകയില്ല, അതുപോലെ റബ്ബൊന്നും മറക്കുകയുമില്ല എന്ന് കാണാം. അതുപോലെ സൂറത്തുൽ മുജാദിലയിലെ 6-ാമത്തെ ആയത്തിൽ അഹ്സാഹുല്ലാഹു വനസൂഹ്, അള്ളാഹു തആല അടിമകളുടെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു, എന്നാൽ അടിമകളോ നസൂഹ്, അവരത് മറന്നു പോവുകയും ചെയ്യുന്നു എന്നൊക്കെ കാണാം. അപ്പോൾ ഹിഫ്ളിന്റെ ഒന്നാമത്തെ അർത്ഥം ഈ അർത്ഥത്തിലാണ്, അറിയുന്നു എന്നുള്ള അർത്ഥത്തിലും. അതുപോലെ അത് ഹിഫ്ളാകുന്നു, മറവി അള്ളാഹുവിനില്ല എന്നുള്ള അർത്ഥത്തിൽ. ഇനി അള്ളാഹുവിന്റെ ഹിഫ്ളിന്റെ ഭാഗമാണ് കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിത ഫലകമായിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സൃഷ്ടികളിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. സൂറത്തുൽ ഖമറിലെ 52-53 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, ഏതൊരു കാര്യവും, അടിമകൾ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യവും മുൻപേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏടുകളിൽ അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ. ചെറുതാവട്ടെ വലുതാകട്ടെ അതെല്ലാം എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹിഫ്ള് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളായ മനുഷ്യരുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും രേഖപ്പെടുത്താൻ, എഴുതി വെക്കാൻ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. കിറാമൻ കാതിബീൻ, മാന്യന്മാരായിട്ടുള്ള മലക്കുകളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു താരിഖിലെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, ഓരോരുത്തർക്കും കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന, അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരാളുണ്ട്. അതുപോലെ സൂറത്തുൽ ഇൻഫിത്താറിൽ വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, ഓരോ മനുഷ്യരോടൊപ്പവും രേഖപ്പെടുത്തുന്ന മാന്യന്മാരായിട്ടുള്ള മലക്കുകളുണ്ട്. അവർ പ്രവർത്തിക്കുന്നതെല്ലാം, അഥവാ അടിമകൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ അള്ളാഹു തആലയുടെ ഹാഫിൽ എന്നുള്ള നാമത്തിന്റെ ഹിഫ്ള് എന്നുള്ള വിശേഷണത്തിന്റെ ഒന്നാമത്തെ അർത്ഥം എല്ലാം അറിയുന്നവനാണ്, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നവനാണ് എന്നുള്ള, എല്ലാം കാത്തു സൂക്ഷിക്കുന്നവനാണ്, അഥവാ ആ രീതിയിൽ ഒന്നും മറക്കാത്തവനാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം
അന്നഹു തആല അൽ ഹാഫിദു ലിൽ മഖ്ലൂഖാതി മിൻ സമാഇൻ വഅർളിൻ വമാ ഫീഹിമാ. എന്തെല്ലാം സൃഷ്ടികൾ ആകാശത്തിലും ഭൂമിയിലുമായിട്ടുമുണ്ടോ അതിനെ എല്ലാം കാത്തു സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്നാമത്തേത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അറിയുന്നവനും അതെല്ലാം കൃത്യമായി തിട്ടപ്പെടുത്തുന്നവനും മറവി ബാധിക്കാത്തവനുമാണ് എന്നുള്ള അർത്ഥം. രണ്ടാമത്തേത് ഇതിനെയെല്ലാം കാത്തു സംരക്ഷിക്കുന്നവനാണ് എന്നുള്ള അർത്ഥം. ആകാശങ്ങളെ ആവട്ടെ ഭൂമികളാവട്ടെ അള്ളാഹു ആണ് കാത്തു സംരക്ഷിക്കുന്നത്. ഇപ്പൊ ആയത്തുൽ കുർസിയിൽ നമുക്ക് കാണാം വലാ യഊദുഹു ഹിഫ്ദുഹുമാ. ആകാശഭൂമികളുടെ ആ സംരക്ഷണം അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നോക്കൂ, ആകാശത്തെ ഒരു മേൽപ്പൂരയായി അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. അത് താഴത്തേക്ക് വീഴാത്ത രീതിയിൽ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഭൂമിയെ ആ രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ ഓരോ ഗ്രഹങ്ങളെയും സംവിധാനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാത്തു സംരക്ഷിക്കുന്നവൻ ഹാഫിദായ അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞു നോക്കൂ, സൂറത്തുൽ അൻബിയായിലെ 32-ാമത്തെ ആയത്തിൽ വജഅൽന السماء سقفا محفوظا. ആകാശത്തെ സംരക്ഷിക്കപ്പെട്ട ഒരു മേൽപ്പൂരയാക്കി നാം മാറ്റിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയാം. അപ്പൊ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നവനാണ്. ഇനി ആകാശം ഭൂമികളെ മാത്രമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ദിക്റായിട്ടുള്ള ഖുർആനിനെ അല്ലാഹു തആല സംരക്ഷിക്കുമെന്നുള്ളത്. സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആൻ അതിനെ ഇറക്കിയത് നാമാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. എത്ര കാലമായാലും അന്ത്യനാൾ വരെ അള്ളാഹുവിലേക്ക് അത് മടങ്ങുന്നത് വരെ അത് ഭൂമിയിൽ ഏത് രീതിയിലാണെങ്കിലും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി അള്ളാഹുവിന്റെ ഹിഫ്ള്, ഈ പറഞ്ഞ രണ്ടാമത്തെ ഇനം സംരക്ഷണം നൽകുന്നത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള ഹിഫ്ള്, അത് വീണ്ടും 2 തരത്തിലുണ്ട്. ഒന്ന് ആമുൻ, 2 ഖാസുൻ. ഒന്ന് പൊതുവായിട്ടുള്ള സംരക്ഷണം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഭക്ഷണവും പാനീയവും വായുവും അതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവനും ധിക്കരിക്കുന്നവനും ജന്തുക്കൾക്കും മൃഗങ്ങൾക്കും അതെല്ലാം നൽകിക്കൊണ്ട് അവർക്ക് ബാധിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ടുള്ള സംരക്ഷണം. അതായത് എല്ലാ സൃഷ്ടികൾക്കും പൊതുവായിട്ട് അള്ളാഹു ഒരു സംരക്ഷണം നൽകുന്നുണ്ട്. അവർക്കുള്ള ആവശ്യമായ ഭക്ഷണങ്ങളും ഇതൊക്കെ നൽകുന്നുണ്ട്. അവർക്കുള്ള ദോഷങ്ങളിൽ നിന്നൊരു സംരക്ഷണവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ആമായിട്ടുള്ള ഹിഫ്ള് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഖാസ് ആയിട്ടുള്ളത്, അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് അവരെ ഫിത്നകളിൽ നിന്ന് കാത്തു സംരക്ഷിച്ച്, അഥവാ അവരുടെ ഈമാനിനെ തെറ്റിക്കുന്ന ശുബ്ഹത്തുകളിൽ നിന്നും കർമ്മങ്ങളിൽ വഴികേടിലേക്ക് പാപങ്ങളിലേക്ക് നയിക്കുന്ന ശഹവത്തുകളിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന സംരക്ഷണം, അതാണ് രണ്ടാമത്തെ തരത്തിലുള്ള ഖാസ് ആയിട്ടുള്ള ഹിഫ്ള്. അത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി നൽകുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാപം നമ്മൾ ചെയ്യാതിരിക്കാനും ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഹാഫിളായ അള്ളാഹുവിന്റെ സംരക്ഷണം വേണം. അപ്പൊ ഏതെങ്കിലും പാപങ്ങളിൽ നമ്മൾ വീണു പോവുകയാണെങ്കിൽ, രക്ഷ തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഈ നാമം കൊണ്ടാണ്. ഇതാണ് അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമ്മൾ അമലാക്കാൻ പഠിക്കേണ്ടത്. ഹഫീളായിട്ടുള്ള അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം, സംരക്ഷണം ചോദിക്കണം. അള്ളാഹു തആല പറഞ്ഞു സൂറത്തുൽ ഹജ്ജിലെ 38-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു. അള്ളാഹു തആല മുഅ്മിനീങ്ങളെ ഡിഫെൻഡ് ചെയ്യും, അഥവാ പ്രതിരോധിക്കും. അവർക്ക് ബാധിക്കുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധിക്കും എന്ന് കാണാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്, കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നസീഹത്ത് കൊടുക്കുമ്പോൾ, ഒരു ഉപദേശം കൊടുക്കുമ്പോൾ, ചില വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ അഥവാ അള്ളാഹുവിന്റെ ഹദ്ദുകളെ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. യഹ്ഫദ്ക, അള്ളാഹു നിന്നെയും കാത്തു സംരക്ഷിക്കും. അഥവാ ഇതുപോലെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അതുപോലെ മറ്റെല്ലാ രീതിയിലും അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കും ലഭിക്കും എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാഫിളാണ് എന്ന് പറയുമ്പോൾ അടിമകൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട ബാധ്യതയിൽ കാത്തു സംരക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അടിമകൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്?
ഖുർആനിൽ തന്നെ ധാരാളം ആയത്തുകളിൽ ആ കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിരോധനങ്ങൾ, ഹറാമ്, ഹലാല്, അതിന്റെ അതിർവരമ്പ് എന്താണോ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ അകത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. സൂറത്തു തൗബയിലെ 112-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വൽഹാഫിദൂന ലിഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ, മുഅ്മിനീങ്ങൾ, അവരുടെ അടയാളം അള്ളാഹുവിന്റെ പരിധികൾ അത് കാത്തു സംരക്ഷിക്കുന്നവരാണ്. അതുപോലെ സൂറത്തു ഖാഫിലെ 32-33 ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ട് ധാരാളം പശ്ചാത്തപിച്ച് മടങ്ങുന്ന കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കുള്ളതാണ്. എന്താണ് ആ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ അവസ്ഥയിൽ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്നവൻ, വജാഅ ബിഖൽബിൻ മുനീബ്, പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ താഴ്മയോടുകൂടിയുള്ള കൽബുമായി വരുന്നവൻ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കണം. അതിൽപ്പെട്ടതാണ് തൗഹീദിനെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. തൗഹീദ് തകർന്നു പോകുന്ന, പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നിന്ന്, ഷിർക്കുൻ അക്ബർ ആവട്ടെ, ഷിർക്കുൻ അസ്ഗർ ആവട്ടെ, കുഫ്റുൻ അക്ബർ ആവട്ടെ, കുഫ്റുൻ അസ്ഗർ ആവട്ടെ, നിഫാഖുൽ ഇഅ്തിഖാദി ആവട്ടെ, നിഫാഖുൽ അമലി ആവട്ടെ, തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നെല്ലാം നമ്മുടെ തൗഹീദിനെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ആ നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ ആരംഭത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണോ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്താണോ, അത് അടിമകൾക്ക് യോജിച്ച രീതിയിൽ അടിമകളിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹു ഇങ്ങനെ കാത്തു സംരക്ഷിക്കുന്നവനാണ്, ഹാഫിളാണ്, ഹഫീളാണ് എന്നുണ്ടാകുമ്പോൾ അടിമകൾ കാത്തു സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത നിസ്കാരമാണ്. സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരം കാത്തു സംരക്ഷിക്കുക. അതിൽ പ്രധാനമാണ് സ്വലാത്തുൽ വുസ്ത. അധിക പണ്ഡിതന്മാരും സ്വലാത്തുൽ വുസ്ത അത് അസ്ർ നിസ്കാരമാണെന്ന് പറഞ്ഞത് കാണാം. വഖൂമു ലില്ലാഹി ഖാനിതീൻ, അതിയായ താഴ്മയോടുകൂടി അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ കേൾവി, കാഴ്ച, മനസ്സ്, ഇതിനെയെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയുടെ പരിധിയുടെ അകത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു തആല സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവി, കാഴ്ച, ചിന്ത, മനസ്സ്, ഇതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമെന്നുള്ളത്. പിന്നെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, ഹറാമായ നിലക്ക് ഉപയോഗിക്കാതെ ഹലാലായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത്. സൂറത്തുൽ മുഅ്മിനൂനിലെ 5 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, മുഅ്മിനീങ്ങൾ അവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സംരക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർ ഹലാലായ രീതിയിൽ അവരുടെ ഭാര്യമാരിലോ അല്ലെങ്കിൽ അവർക്ക് അനുവദനീയമായിട്ടുള്ള വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളിലോ, ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും നിലക്ക് അത് ഉപയോഗിക്കുക എന്നുള്ളത്, വിചാരത്തിലേക്ക് മറ്റു പോവുക എന്നുള്ളത് അത് പരിധി ലംഘിച്ച അത് തെറ്റാണ് എന്നുള്ളതായിരിക്കും. അപ്പൊ കാത്തു സംരക്ഷിക്കണം, ഹലാലിൽ കാത്തു സംരക്ഷിക്കണം എന്നുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദീനിയായതും ദുനിയാവിയായുമായ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സംരക്ഷണമില്ല എങ്കിൽ നമ്മുടെ ദുനിയാവാവട്ടെ ദീനാവട്ടെ സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മകൻ, ചെറിയ മകൻ ബിന്യാമീനിനെ പിന്നെ മറ്റുള്ള മക്കൾ കൊണ്ടുപോകണം, മിസ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ട് അവർ കളഞ്ഞതാണ്. അപ്പോൾ പിന്നെ ചെറിയ മകനെ ചോദിച്ചപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിദാ വഹുവ അർഹമുർ റാഹിമീൻ, അള്ളാഹുവാണ് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞത് കാണാം. ഇനി നമ്മൾ അള്ളാഹുവിനോട് തേടണം, ഈ ഹിഫ്ളിനെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഈ സംരക്ഷണം. അതില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ഈ സംരക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവുമുള്ള ദുആകളിൽ ഒഴിവാക്കാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ ദുനിയാവിലും പരലോകത്തിലും ഞാൻ നിന്നോട് ആഫിയത്തിനെ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി,
അള്ളാഹുവേ നിന്നോട് വിട്ടുവീഴ്ചയും അതുപോലെ ആഫിയത്തും ഞാൻ തേടുന്നു, എൻ്റെ ദീനിൽ, എൻ്റെ ദുനിയാവിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമ്പത്തിൽ. എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ. വാമിൻ റൗആതി, എൻ്റെ ഭയപ്പാടുകളിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണമേ. അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണമേ. വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി, എൻ്റെ വലതു ഭാഗത്ത് നിന്നും ഇടതു ഭാഗത്തു നിന്നും മുകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, താഴ്ഭാഗത്തു കൂടി ഏതെങ്കിലും രീതിയിൽ ഞാൻ കീഴ്പ്പെടുത്തപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വത്തെ മുൻനിർത്തി ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകളിൽ ഒഴിവാക്കാതെ പ്രാർത്ഥിച്ചിരുന്നതാണ്. അതിൽ അല്ലാഹുമ്മ ഇഹ്ഫദ്നി, എല്ലാ രീതിയിലും ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തു നിന്നും സംരക്ഷിക്കണമേ എന്ന് തേടുന്നുണ്ട്. അപ്പൊ ഇതാണ് അൽ ഹഫീൽ അൽ ഹാഫിൽ എന്ന നാമങ്ങൾ. രണ്ടർത്ഥമാണ്. ഒന്ന്, അറിയുന്നവനാണ്, മറവില്ലാത്തവനാണെന്നർത്ഥം. രണ്ട്, കാത്തു സംരക്ഷിക്കുന്നവനാണെന്നർത്ഥം. കാത്തു സംരക്ഷിക്കുന്നവൻ ആമായിട്ട് പൊതുവായിട്ട് എല്ലാവർക്കുമുണ്ട്, ഖാസായിട്ട് മുഅ്മിനീങ്ങൾക്കുമുണ്ട്.